നമസ്കാരം. കൃഷിയിടങ്ങളിലും പറമ്പുകളിലും മറ്റും ജോലി ചെയ്യുമ്പോൾ പ്രാണികളും വണ്ടുകളും ചെള്ളുകളുമൊക്കെ കടിക്കുന്നത് സാധാരണയാണ്. വെറുതെ പറമ്പിൽ കൂടി നടന്നാലും ഇതൊക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇതിനെ അത്ര നിസ്സാരമായി തള്ളിക്കളയരുത് എന്നും സൂക്ഷിക്കണമെന്നുമാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 10 വർഷത്തിന് ശേഷം കേരളത്തിൽ ലൈം എന്ന അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇത്. പെരുമ്പാവൂർ കൂവപ്പടിയിലെ 56-കാരനായ കർഷകനാണ് രോഗം സ്ഥിരീകരിച്ചത്. വിട്ടുമാറാത്ത കടുത്ത പനിയും തലവേദനയും മുട്ടിന് നീരും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലച്ചോറിൽ മെനിഞ്ചൈറ്റിസും ബാധിച്ചിരുന്നു. ശരീരം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വൃഷണ സഞ്ചിക്കുള്ളിൽ അൾസറിന് സമാനമായ മുറിവ് കണ്ടെത്തി. ആശുപത്രി അധികൃതർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരമറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ രോഗിയുടെ രക്തം പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു. അവിടെ വെച്ചാണ് ഒരുതരം ചെറുവണ്ടുകൾ പരത്തുന്ന ബാക്ടീരിയ അണുബാധ മൂലമുണ്ടാകുന്ന ലൈം രോഗമാണ് ഇദ്ദേഹത്തിനെന്ന് സ്ഥിരീകരിച്ചത്. റിസൾട്ട് 3 മാസത്തിന് ശേഷമാണ് പുറത്തു വന്നത്. 20 ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ രോഗി ആശുപത്രി വിട്ടു. എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. കർഷകനായ രോഗിക്ക് കൃഷിസ്ഥലത്ത് വെച്ചാകാം വണ്ട് കടിയേറ്റത് എന്ന് സംശയിക്കുന്നു. യഥാർത്ഥ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ലൈം രോഗം മാരകമാകാനുള്ള സാധ്യതയുമുണ്ട്. ലൈം എന്നത് അമേരിക്കയിലെ ഒരു നഗരത്തിൻ്റെ പേരാണ്. ഇവിടെയാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത്. അതിനാലാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. ബലേറിയ ബർഡോഫ്രേ വിഭാഗത്തിലുള്ള ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത്. ചെറിയ ചില വണ്ടുകളും ചെള്ളുകളുമാണ് രോഗമുണ്ടാക്കുന്നത്. പനി, തലവേദന, ക്ഷീണം, ചെള്ളുകളുടെ കടിയേറ്റ ഭാഗത്ത് ചുവന്ന തടിപ്പ് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ചികിത്സ ഫലിച്ചില്ലെങ്കിൽ ശരീരത്തിലെ മറ്റ് അവയവ വ്യൂഹങ്ങളെയും ഒരേ സമയം രോഗം ബാധിക്കാനും സാധ്യതയുണ്ട്. നാഡീവ്യൂഹത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ഡോക്സിസൈക്ലിൻ ഗുളികകൾ അടക്കമുള്ള ചെലവ് കുറഞ്ഞ ചികിത്സാ മാർഗങ്ങളിലൂടെ രോഗം ഭേദമാക്കാം. ചെള്ളുകടിച്ച പാട്, ചർമ്മത്തിൽ ചൊറിച്ചിൽ, തടിപ്പ് തുടങ്ങിയവ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ പലരും ഈ ലക്ഷണങ്ങൾ അത്ര കാര്യമാക്കാറില്ലാത്തതിനാൽ രോഗസ്ഥിരീകരണം വൈകും. പലരിലും പല ലക്ഷണങ്ങളും പ്രകടമാകാം. ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് ലൈം ഡിസീസിൻ്റെ ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ചെള്ളുകടിച്ച് 3 മുതൽ 30 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. ചർമ്മത്തിലെ ചൊറിച്ചിലിനും പാടിനുമൊപ്പം പനി, തലവേദന, അമിത ക്ഷീണം, സന്ധിവേദന തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ പ്രകടമാകാം. ചികിത്സിച്ചില്ലെങ്കിൽ ലൈം ഡിസീസ് വഷളാകാനുള്ള സാധ്യതയുമുണ്ട്. 3 മുതൽ 10 ആഴ്ചകളോളം രോഗലക്ഷണങ്ങൾ കാണപ്പെടാം. രണ്ടാമത്തെ ഘട്ടം അല്പം ഗൗരവമാർന്നതാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന പാടുകൾ, കഴുത്തുവേദന, മുഖത്തെ പേശികൾക്ക് ബലക്ഷയം, ശരീരത്തിന് പുറകിൽ നിന്നാരംഭിച്ച് അരക്കെട്ടിലേക്കും കാലുകളിലേക്കും പടരുന്ന വേദന, കൈകളിലും കാൽപാദങ്ങളിലുമുള്ള വേദനയും തരിപ്പും, കണ്ണിലും കൺപോളയിലും വേദനയോടെയുള്ള തടിപ്പ്, കാഴ്ചക്കുറവ് തുടങ്ങിയവ ഈ ഘട്ടത്തിൽ പ്രകടമാകാം. 3-ാം ഘട്ടത്തിൽ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾക്കൊപ്പം ആർത്രൈറ്റിസും അനുഭവപ്പെടാം. കാലങ്ങളോളം നീണ്ടുനിൽക്കുന്ന വേദനയും വീക്കവും ഉണ്ടാകാം. ചെള്ളുകടിയേറ്റ് 2 മുതൽ 12 മാസത്തിന് ശേഷമാണ് 3-ാം ഘട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക. കൈകളിലെയും കാൽപാദങ്ങളിലെയും ചർമ്മത്തിൻ്റെ നിറം മാറുകയും വീക്കം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയും ഈ ഘട്ടത്തിലുണ്ടാകാം. മാസങ്ങളും വർഷങ്ങളും ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ വണ്ടോ ചെള്ളോ കടിച്ചാൽ അത് നിസ്സാരമായി തള്ളരുത് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്.